വൃദ്ധസദനങ്ങളിൽ ശാന്തമായി കഴിയുന്നത് സമ്പന്നരുടെ മാതാപിതാക്കളാണെന്നല്ലേ. എന്നാൽ അനാഥ മന്ദിരങ്ങളിൽ കഴിയുന്നത് ദരിദ്രരുടെ മക്കളുമാണ് എന്നുള്ളതാണ്. ഈ ലോകത്ത് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളില്ലാത്തത് ഒരു ദാരിദ്ര്യത്തിന്റെ പ്രശ്നമാണോ എന്ന്, അതല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കളില്ലാത്ത സമ്പന്നതയുടെ പ്രശ്നമാണോ? ജീവിതത്തിന്റെ ഒരു പ്രശ്നം ഇത് തന്നെയാണ് കേട്ടോ. ദരിദ്രർക്ക് മക്കളെ വളർത്താൻ കഴിയുന്നില്ല, അതുകൊണ്ട് കുട്ടികൾ അനാഥ മന്ദിരങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ സമ്പന്നർക്ക് മാതാപിതാക്കളെ സൂക്ഷിക്കാനും സമയമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ വൃദ്ധസദനങ്ങളിലേക്കൊക്കെ തള്ളപ്പെടുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ടുപോകുന്ന രൂപത്തിൽ, രീതിയിൽ എന്താണ് നമുക്ക് ആവശ്യമെന്നുള്ളത് വെച്ചാൽ അവർക്ക് എന്താണ് ആവശ്യമുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് പണം, സ്ഥാനം, നേട്ടങ്ങൾ, കയ്യടി, സ്വപ്നങ്ങൾ, ഇതൊക്കെയാണ്. പക്ഷെ അവർക്ക് വേണ്ടത് ഒരു വാക്ക് മാത്രമാണ്, ഞാൻ കൂടെയുണ്ട് എന്നുള്ളത് മാത്രം. ഒരു കുഞ്ഞ് അനാഥമാകുമ്പോഴേ സമൂഹം കരയപ്പെടും അല്ലേ. പക്ഷെ ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് ജീവിച്ചിരിക്കെ അനാഥമാകുമ്പോൾ സർവ്വം സാധാരണ സംഭവിച്ച പോലെയൊക്കെ അതൊക്കെ ഉണ്ടാവുമെന്നുള്ള രീതിയിൽ നമ്മളൊക്കെ അങ്ങ് വിട്ടുകളയാറുണ്ട് അല്ലേ. അതൊക്കെ അങ്ങനെ കടന്നു പോകും. കാരണം ലോകം കുഞ്ഞുങ്ങളുടെ ഭാവി കണ്ടുകൊണ്ടാണ് എപ്പോഴും വിശകലനം ചെയ്യുന്നത് എന്നുള്ളതാണ്. ആരാണ് മാതാപിതാക്കളുടെ ഭൂതകാലം വേദനിക്കുന്നത് എന്നുള്ളത് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അവർ നമ്മളെ എടുത്തു നടന്നില്ലേ? നമ്മൾ നടക്കാൻ പഠിക്കുമ്പോഴും നമ്മൾ എത്ര വീഴുമ്പോഴും വീണ്ടും വീണ്ടും ഉയർത്തി എഴുന്നേൽപ്പിച്ചില്ല അവർ നമ്മളെ അല്ലേ. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ സംസാരിക്കാൻ പഠിക്കുമ്പോൾ അവർ 100 കണക്കിന് വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കല്ലേ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ തങ്ങളുടെ ആഹാരം ഒക്കെ വഴിവെച്ച് തന്നിട്ടുണ്ട്. അതേസമയം അവർ തന്നെ നമ്മളോട് ചോദിക്കും, എൻ്റെ കാലുകൾക്ക് വീണ്ടും ഒരു താങ്ങാകാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന്, എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കാൻ സമയമുണ്ടാകുമോ എന്ന്, പക്ഷേ എന്നെ വീട്ടിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ മനസ്സുണ്ടോ എന്നൊക്കെ. ജീവിതത്തിന്റെ ചക്രം വലിയതാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിനെ താങ്ങിയവരാണ് ഒരു ദിവസം തങ്ങളെയും താങ്ങാനുള്ള ഒരു തേങ്ങൽ അന്വേഷിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. പക്ഷേ സമ്പത്ത്, ബന്ധങ്ങൾ, ജീവിതം, തിരക്ക്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിജയിക്കുമ്പോഴും ഒരു ചോദ്യമാണ് നിൽക്കുന്നത് കേട്ടോ. സ്നേഹം എവിടെ പോയി എന്നുള്ളത്. ദയവായി സ്നേഹത്തെ നിങ്ങൾ അളക്കാൻ നിൽക്കരുത് അല്ലേ. മാതാപിതാക്കളുടെ വൃദ്ധസ്ഥാനത്തിൽ അടച്ചു വെച്ചുകൊണ്ട് ജീവിതം വിജയമായി തീരുമെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. കുഞ്ഞിനെ ഒരു അനാഥ മന്ദിരത്തിൽ കൊടുത്തതുകൊണ്ട് സമൂഹം വിജയിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. ജീവിതത്തിന്റെ അവസാനം ഒരാൾക്കും സമ്പത്ത് ആരും ചോദിക്കില്ല, എന്താ നീ ഉണ്ടാക്കിയതെന്ന്. സ്ഥാനം ചോദിക്കില്ല, എത്ര പ്രോപ്പർട്ടി ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും ചോദിക്കാം നമ്മളോട്. ഒരേ ഒരു ചോദ്യമാണ് ഉണ്ടാവുക, ഈ ഹൃദയത്തെ നിങ്ങൾ എപ്പോഴാണ് തൊടുക, എന്നെ സ്നേഹിച്ചവരൊക്കെ എവിടെ പോയി എന്ന്. നല്ല വരട്ടെ. ഒരുപാട് സ്നേഹം. താങ്ക് യു.